എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിലുള്ള ബേക്കറിയിലൊക്കെ കിട്ടുന്ന ക്രീം ബൺ അല്ലാന്നുണ്ടെങ്കിൽ ക്രീം സ്റ്റഫ് ചെയ്തിട്ടുള്ള ഡോനറ്റ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഈ ബണ്ണിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചൂടുള്ള 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാലിലേക്ക് നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈസ്റ്റ് ഫെർമെൻ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടും അതുപോലെ തന്നെ കുറച്ച് മധുരവും വേണം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റോ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റോ ഏതാണെങ്കിലും ഇട്ട് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പൊടിയിലേക്കും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കാണിച്ചിട്ടുള്ളത്. 8 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് പൊങ്ങി വരും. അതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് നമ്മളിതിലേക്ക് ഒഴിച്ചത്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതൊഴിച്ചിട്ടാണ് നമ്മൾ മാവ് കുഴയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാവെടുക്കാം. മാവെന്ന് പറയുമ്പോൾ മൈദമാവാണ്. 1.5 കപ്പ് മൈദയാണ് മൊത്തത്തിൽ വേണ്ടത്. നമ്മൾ ആദ്യം ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. 250 മില്ലിയാണ് 1 കപ്പ് എന്ന് പറയുന്നത്. അത് 125 ഗ്രാം പൊടിയുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക, ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പും പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റും പാലിൻ്റെയും കൂടെ ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു ലൂസായിട്ട് വേണം ഇത് കുഴയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പം കുറച്ച് ലൂസായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി വെള്ളം പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം വെജിറ്റബിൾ ഓയിൽ എടുത്താലും മതി. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ഉപ്പില്ലാത്ത ബട്ടറാണ്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് എങ്കിലും നന്നായിട്ട് കൈവച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിപ്പം ഇതുപോലൊരു സോഫ്റ്റ് മാവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഡബിളായി വരുന്ന വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇതേ പാത്രത്തിൽ തന്നെ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങിക്കിട്ടും. 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഡബിളായി കിട്ടും. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ 1-2 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കുറച്ച് ചൂടുള്ള സ്ഥലത്തേക്ക് ഇത് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങിക്കിട്ടും. ഇപ്പം നമ്മളൊരു 2 മണിക്കൂറൊക്കെ എടുത്തു ഇത് പൊങ്ങാനായിട്ട്. അപ്പം ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് പൊടി ഇട്ടിട്ട് ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഒന്നുകൂടെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടത് എങ്ങനെയാണ് ബണ്ണിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുന്നത് നോക്കാം. കൗണ്ടർ പരത്താം. അപ്പോൾ നമുക്ക് ഡോനട്ടൊക്കെ ചെയ്യുന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ നമുക്ക് ബണ്ണ് കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു ഈവൻ ആയിട്ടുള്ള സർഫസും കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈവച്ചിട്ട് എടുത്തുള്ള ആക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ബോണ്ട പോലെയൊക്കെ ഇരിക്കും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നമ്മളിതുപോലെ ഒരു ചെറിയ പാത്രമോ അടപ്പോ വെച്ചിട്ട് നമുക്ക് ഈ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന ഭാഗം വീണ്ടും കുഴച്ചിട്ട് വീണ്ടും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഈ 1.5 കപ്പ് മാവിൻ്റെ അളവിൽ 10 ബണ്ണുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതിനി കൗണ്ടർ ടോപ്പിന് മേലെയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലോ ഒന്ന് നിരത്തിയിട്ട് നമുക്കിത് വീണ്ടും ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോഴത്തേക്ക് ഇതൊന്നുകൂടെ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അത് മസ്റ്റാണ്. ഇങ്ങനെ ഡയറക്റ്റ് എടുത്ത് നിങ്ങൾ ഒരിക്കലും ഫ്രൈ ചെയ്യരുത്. അപ്പോൾ കല്ല് പോലെ ഇരിക്കും. അപ്പോൾ ഇതൊരു 30 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. കുറച്ച് നനഞ്ഞ തുണിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്യാൻ മറക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോകും. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ ബണ്ണൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഡോനട്ടാണ്. നമ്മൾ ഡോനറ്റ് ചെയ്യുന്ന അതേ പ്രൊസീജിയറിലാണ് നമ്മൾ ഇതുവരെ ചെയ്ത് വന്നിട്ടുള്ളത്. ഇത് ഫ്രൈ ചെയ്തെടുത്ത് ചോക്ലേറ്റ് ഫില്ലിങ് കൊടുത്താൽ അത് ഡോനറ്റായി. അകത്ത് ക്രീം ഫില്ല് ചെയ്താൽ അത് ക്രീം ബണ്ണായി. അകത്തിന് നിങ്ങൾക്ക് പല ടൈപ്പിലുള്ള ക്രീമൊക്കെ ഫില്ല് ചെയ്യാം. അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ റിഫൈൻഡ് ഓയിലാണ് എടുക്കേണ്ടത്. വെളിച്ചെണ്ണയിലെടുത്താൽ വെളിച്ചെണ്ണേൻ്റെ ഒരു ചുവ വരും. അപ്പം റിഫൈൻഡ് ഓയിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ ആദ്യം തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കുക. അതിന് ശേഷം തീ ഒന്ന് കുറയ്ക്കുക. അതിന് ശേഷമാണ് നമ്മൾ ബണ്ണിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ ബണ്ണിട്ട് കൊടുത്തിട്ട് കുഴിയുള്ള പാത്രമാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും. ഇനി ഇതുപോലുള്ള അടുപ്പിലാണെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ തന്നെ മുകളിലേക്ക് എണ്ണ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുകയാണെന്നെങ്കിൽ നന്നായിട്ടത് പൊങ്ങി വരും. അപ്പോൾ ഇനി ഇത് കുറഞ്ഞ തീയിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വേവില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് 2 സൈഡും നല്ല ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ചെയ്യരുത്. അപ്പോൾ അത് ഹാർഡായി പോവും. അപ്പോൾ ഈ ഒരു കളറിൽ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം.
ഡോനട്ട് ആണെങ്കിൽ ഇതുപോലെ വട്ടത്തിൽ നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് നടുക്ക് ഹോളിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഡോനട്ടിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇനി ഇതുപോലെയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യാം, ഷുഗർ ഡിപ്പ് ചെയ്യാം, വൈറ്റ് ചോക്ലേറ്റ്, അങ്ങനെ പല ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഡിപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മുഴുവൻ ബണ്ണും ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് ചെയ്യണം. ഫില്ലിങ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ബണ്ണ് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഫില്ലിങ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളിതിലേക്ക് വേണ്ടിയിട്ട് ബട്ടർ ക്രീം ഫില്ലിംഗ് ആണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഉപ്പില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ്. 60 ഗ്രാം ഉണ്ട് ഇത്. അപ്പോൾ അത് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കുക. ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ തടിത്തവി വെച്ചിട്ട് നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ബീറ്റാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാര ഇടുമ്പോഴാണ് ഈസി. ഇതിലേക്ക് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ വാനില എസൻസും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നല്ല ക്രീമി ആവുന്ന വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതൊന്നുകൂടെ ഒന്ന് നല്ല ക്രീമി ആകാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ നല്ല തണുത്ത പാലും കൂടെ ഒഴിക്കാം. ഒരിക്കലും ചൂട് പാൽ ഒഴിക്കരുത്, തണുത്ത പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെക്കാം. ബട്ടർ ക്രീം ഫില്ലിങ് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമിൻ്റെ ഫില്ലിങ് വെക്കാം. ഇനി ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കസ്റ്റർഡ് ക്രീമും എടുക്കാവുന്നതാണ്. കസ്റ്റർഡ് ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്കിത് നന്നായിട്ടിപ്പം ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ ക്രീം ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഈ ബണ്ണിൽ ഫില്ല് ചെയ്യുന്നത് നോക്കാം. 2 രീതിയിൽ നമുക്ക് ബണ്ണിൽ ക്രീം ഫില്ല് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തേത് നമ്മൾ ബണ്ണെടുക്കുക, ഒരു നൈഫ് വെച്ചിട്ട് അത് 2ആയിട്ട് കട്ട് ചെയ്യുക. അതിൻ്റെ ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. നിങ്ങൾക്ക് ഈ ഫില്ലിംഗ് ഒന്നും വെക്കുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ബണ്ണിൽ മധുരമൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ ടേസ്റ്റി ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്രീം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മറ്റൊരു രീതിയിലും കൂടെ ക്രീം ഫില്ല് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബണ്ണെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്തെങ്കിലും സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഹോളിടുക. അതിന് ശേഷം നമ്മളൊരു പൈപ്പിംഗ് ബാഗിൽ നോസിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ വിപ്പിംഗ് ക്രീമാണ് വെച്ചിട്ടുള്ളത്. അതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് നിറഞ്ഞു കിട്ടും. ഇങ്ങനെയും ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് ഫില്ലിങ് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ബട്ടറും അതുപോലെ വിപ്പിംഗ് ക്രീമും വാങ്ങിക്കാനായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ മുട്ട വെച്ചിട്ട് അടിപൊളി ഒരു കസ്റ്റാർഡ് തയ്യാറാക്കിയും ഇതിലേക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ കസ്റ്റാർഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ ലിങ്കിൽ കൊടുക്കാം. അപ്പോൾ അത് നോക്കുക. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഡോനട്ട് തന്നെയാണ്. ഫ്രൈഡ് ബണ്ണിനാണ് ഡോനട്ട് എന്ന് പറയുന്നത്. അപ്പം ക്രീം ഫില്ല് ചെയ്തൊരു ഡോനട്ടാണിത്. നമ്മുടെ നാടൻ ഇതിൽ പറഞ്ഞാൽ ക്രീം ബൺ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾ ട്രൈ ചെയ്യുന്ന ഫോട്ടോസൊക്കെ അയച്ചു തരിക. ഇൻസ്റ്റാഗ്രാം പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി ഫോളോ ചെയ്യാം. ഇന്ന് നമ്മൾ മറ്റൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും മറക്കാതെ കാണുക. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്